ആദ്യമായിട്ടായിരിക്കും ഹൈസണിലെ സ്റ്റാഫ് പ്ലസ് ഫാമിലീസ് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദറിന് വരുന്നത്. അപ്പോൾ ഐം ഷുവർ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഹൈസൺ ഫാമിലിയിൽ ഉള്ളതാണ്. നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആരാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് മൈ ഹസ്ബൻഡ് വിൽ ടെൽ യു. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ എ ഫാന്റാസ്റ്റിക് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആവട്ടെ. ആൻഡ് എന്താ, കുറേ പഴയ ആൾക്കാരും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് പോയ കുറേ ആൾക്കാർ ഹൈസൺത്ത് ഇന്ന് വന്നിട്ടുണ്ട്. സോ എല്ലാവരും തമ്മിൽ മീറ്റ് ചെയ്യുന്നു. മുകുളങ്ങളിൽ സ്നേഹമധുവും തുളുമ്പിടട്ടെ. തളരാതെ നേരിന്റെ വഴിയിൽ നടന്നിട ഫലമേകി തിന്നിടേണം. പരമാർത്ഥമൊക്കെയും തിരയാൻ മനസ്സിൻ്റെ മിഴികൾ തുറന്നിടേണം. പല രൂപമായി തീർന്നതൊരു ജീവനാണെന്ന് നിലവിൽ വിളങ്ങിടേണം. ഉലകാകെ നന്മയായി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എന്നെപ്പറ്റി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസിൻ്റെ ആവശ്യമില്ല, എങ്കിലും കുറച്ച് പുതിയ ആൾ മുഖങ്ങളുള്ളതുകൊണ്ട് പുതുമുഖങ്ങളുള്ളതുകൊണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂഷൻ ആവശ്യമാണ്. എൻ്റെ പേര് വെങ്കടേശ്വരൻ. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ചെറുപുഴത്തിലായിരുന്നു എൻ്റെ വീട്. ജനിച്ച സ്ഥലം, പഠിച്ചതൊക്കെ പാലക്കാട്. 1948 കോഴിക്കോട്ടേക്ക് വന്നു. 40 മുതൽ 85 വരെ ഇലക്ട്രിസിറ്റി ബോർഡ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. 85 റിട്ടയർ ചെയ്തു.
1986 ജനുവരി മാസം 11-ാം തീയതി ഹൈസൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനുണ്ട്. ഞാനും ഹൈദരാജ് മാത്രം, നമ്മുടെ മുതലാളി. ഇന്ന് നടത്തിയതിൽ ഏറ്റവും സന്തോഷപ്പെടുന്നത് ഞാനും ഹൈദരാജ് അവിടെയുണ്ട്, അദ്ദേഹമാണ്. കാരണം ഇന്ന് 40-ാമത്തെ കൊല്ലമാണ്. ഇതല്ലെങ്കിലും ഇതെനിക്ക് അവിടെ അറിയില്ല. കരുണ കൊണ്ട് ഈ കൊല്ലം നടത്തുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ഞാൻ നിശ്ചയിച്ചതും നടന്നതും നന്നായി. ഇത് വേണമെങ്കിൽ രണ്ടാമത്തെ ഒന്നുകൂടി അങ്ങോട്ട് വരവില്ല, അതിന് വേറെ. പക്ഷേ ഇന്ന് 40-ാമത്തെ കൊല്ലമാണ് നടത്തുന്നത്. ഇന്ന് 25-ാം കൊല്ലം നടത്തി, അത് കരുണായിരുന്നു. ഇന്ന് 40-ാമത്തെ കൊല്ലം നടത്തുന്നുണ്ട്. മനസ്സിലാക്കണം, കോഴിക്കോട്ടിലെങ്കിലും ഒരു സ്ഥാപനം പിടിച്ചു നിന്നിട്ടില്ല. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ല, വിശ്വസിച്ചെങ്കിലും ഇല്ല. നിങ്ങളൊക്കെ ഹൈസൺ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ മൈസൺ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ഞാൻ വളർത്തിയെടുത്ത കുട്ടിയാണ്, ഞാൻ മുതൽ മുടക്കിയിട്ടില്ല. ഹൈദരാബാദ് ഇവിടെ വരും, 6 മാസം ഇവിടേക്കും, പിന്നെ 6 മാസം ഞാനാണ് പട്ടവിട്ടിരിക്കുന്നത്. ഞാൻ പട്ടവാടെ ഇരിക്കാറുള്ളൂ, കൊട്ടാനും തുള്ളാനും പാടാനും മാത്രം. ഞങ്ങളൊരു 19 സ്റ്റാഫുണ്ട്, 50 രൂപയായിരുന്നു വാടക. എല്ലാം കൂടി 10-40 റൂമുണ്ട്. ഒരു മാസം ടോട്ടൽ കാണുമായിട്ട് 2 ലക്ഷം കെട്ടിയപ്പോൾ കൈ കെട്ടി ചാടിയിട്ട് ഞാൻ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കൂ, അത്ര ഇതിൽ നിന്ന് തുറന്നു വന്നാണ്. പക്ഷേ ഈ സ്ഥാപനത്തിനും ഈ സ്ഥലത്തിനും ഒരു വിശേഷമുണ്ട്. ഇത് പണ്ട് LBGP മോട്ടോഴ്സ് നടതല്ല ശീത്വമുള്ള സ്ഥലമാണത്. ഈ സ്ഥലത്തിൻ്റെ വിശേഷമുണ്ട്. ഇതും അതും ഞാൻ ഒറ്റക്കാലം കപ്പയം എടുക്കണം വിചാരിച്ചു, അത് നടന്നില്ല. അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരുവിധ ഒരു എന്താ പറയുക റെയ്ഡോ ഗീഡോ ഒന്നുമില്ലാതെ നല്ല പേരിൽ നടന്ന ഒരു സ്ഥാപനമാണ്. അത് മനസ്സിലാക്കണം, അത് വലിയ ഭാഷയാണ്. ആ ജനുവരി 1-ാം തീയതി മുതൽ ഇന്ന് വരെ വാക്സിൻ ഉണ്ട്. ഈ 2 കൊല്ലം ഞാൻ ഫിസിക്കലായി വരുന്നില്ല, അത്രയേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും രാത്രി കഴിക്കണം ഹൈദരാബാദിൽ സ്വപ്നമാകാത്ത ദിവസമില്ല. ഒരു ദിവസം യു വോണ്ട് ബിലീവ്. കാരണം അത്രയും അറ്റാച്ച്മെൻ്റാണ് ഇത്. ഞാൻ മുതൽ മുടക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ സ്ഥാപനമാണ്. അവകാശമല്ല പറയണം കേട്ടോ, സ്നേഹം പറയണം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് മുന്നോക്കം. പക്ഷേ ഇപ്പോൾ ശരിയായ നല്ലൊരു പാർത്തതായിട്ട് എഴുതാൻ എത്തിയിരിക്കണം, അതും പറയാതെ കഴിയില്ല. ശരിക്കും സ്വന്തം മകനെ പോലെയാണ്. കാരണം അത്രയും അന്ന് വന്നപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു, പക്ഷേ എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഈച്ച് ആൻഡ് എവരിത്തിങ് ഈസ് ടു കൺസൾട്ട് മീ. പറഞ്ഞു എന്തിനും സ്വാമിക്ക് അഭിപ്രായം വേണം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടം പറയും, ഞാൻ അനുസരിക്കും. അതൊരിതുണ്ടായിരുന്നു. പക്ഷേ എന്തോ വിനാശൈലിയിലെ ബുദ്ധി 2016 ഒരു ചെറിയ എടുത്തുചാട്ടം വേണ്ട പറഞ്ഞു. ചെറിയ പാർസൈറ്റ് എടുത്ത കൈ കൊടുത്തിരിക്കണം. പൈസ നടക്കും, നല്ലോണം നടക്കും, യാതൊരു സംശയമില്ല. ഈ ഷോ ഹാണസ്റ്റ് ആൻഡ് ഫോർ സിൻസിയർ. ഇപ്പം തന്നെ ഞങ്ങളറിയാം, ആരും ചെയ്യില്ല. 8 മണിക്ക് കഴിഞ്ഞാൽ കാട്ടും ചെയ്യണം, 10 മണിക്ക് പോകണം രാത്രി. ആരാ വരിക പറയും. ഒരു 5 മണി 4 മണിക്ക് തരപ്പെടുന്ന ആൾക്കാരാണ്. എന്തായാലും ചൊറിയുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് സ്നേഹത്തിൻ്റെ മനസ്സിൽ. പണം മാത്രമല്ല, പണം പണം കൊണ്ടുപോകുന്നില്ല. പക്ഷേ സിൻസിയറിറ്റി ആൻഡ് ഓണസ്റ്റി ഏത് വ്യക്തിയായാലും. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ജോലിയിലാണ്, ആരും മുതൽ കൊടുക്കിയിട്ടില്ല. എൻ്റെ വീട്ടുകാരും എനിക്ക് ഫ്രണ്ട്സോട് ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, നിങ്ങൾ എവിടെ പോയാലും പുറത്തു പോയാലും കുഴപ്പമില്ലേ, ഫീലിംഗ് ഉണ്ടാവണം. അത് നിങ്ങൾ വേണമെന്നെങ്കിൽ ഷോ ഓണസ്റ്റി, സിൻസിയറിറ്റി ആൻഡ് ലോയൽറ്റി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓണസ്റ്റി. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കും പാൻറ്റോ ഷർട്ടോ അങ്ങനെ കൊടുക്കും, പൈസ കൊടുക്കില്ല. പൈസ കൊടുത്താൽ അവസാനമില്ല. ഞാൻ പറയും, മുതലാളി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കൊടുക്കില്ല, നിങ്ങൾ പാൻറ്റോ ഷർട്ടോ വാച്ചോ എന്തെങ്കിലും തരും, അത് കൊടുക്കും. പൈസയ്ക്ക് അവസാനമില്ല. 100 കൊടുത്താൽ 200 വേണം, 200 കൊടുത്താൽ 500 വേണം. ഇതായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ 101% സക്സസ് ആണ്. എവിടെ വേണം, ഏത് മുമ്പിൽ വേണം, എവിടെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതുകൊണ്ടാണ് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ കൈകാര്യം അറിയില്ല. വി ആർ സ്ട്രേഞ്ചേഴ്സ്. ഞാൻ 10 കൊല്ലമായി ഞാൻ, കാരണം വർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഒരു നല്ല ടീമാണ്. ഏതായാലും ഒരു കാര്യം നിർത്തി എടുത്ത് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ പ്രതി സെലക്ഷനൊക്കെ മാനേജ്മെൻറ്റ് ടോപ്പാണോ 4-ാം ഘട്ടിന് മാനേജ്മെൻറ്റ്, മണി, മാർക്കറ്റിംഗ്. അപ്പോൾ നല്ലൊരു മാനേജ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഐസിൻ്റെ കരുണ്ട കയ്യിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് സേഫ് വിത്ത് സപ്പോർട്ട് ഓഫ് ഓൾ ദി സ്റ്റാഫ്. സ്റ്റാഫും പാട്ടത്തോളം ഒരു 70% നല്ല സ്റ്റാഫാണ്. 8 കൂട്ടം എനിക്ക് ചെയ്യാത്തുള്ളൂ. ഒരുവൊക്കെ അവർ കാണുമ്പോൾ കരച്ചിൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഐ ആം നോട്ട് വീക്ക്, ഐ ആം 96.
ഇതാ ഈ മെയിൽ നാം തൊണ്ണൂറ് ചെയ്ത് പോവുകയാണ്. ബൈ ദി ഗ്രേസ് ഓഫ് ഗാഡ് വി ആർ ദ ഗുഡ് ഹെൽത്തി ഫാമിലി. എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ എന്താ രണ്ടിന് വരണമെന്ന് വെച്ചാൽ 5-6 ചുമ എല്ലാവരും ഉണ്ട്. മൂക്കുഴി വെള്ളം ഒഴിക്കുന്നുണ്ട്. ചുമ ആ ചുമച്ച് നമ്മൾ ക്ഷീണിച്ചു പോയി, വളരെ ക്ഷീണിച്ചു പോയി. ഇപ്പോൾ 1 മാസമായിട്ട് അത് തള്ളുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട്. അല്ലാണ്ട് എനിക്ക് ദൈവം നിർത്തിയിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലും വരുമ്പോൾ മെമ്മറി ഒന്നും പോയിട്ടില്ല. അത് ദൈവത്തോട് മറക്കണം. 2000 ഒരു ഫയൽ മിസ്സായിരുന്നു. ഇതാ ചോദിച്ചാൽ അറിയാം. ഇവിടെയൊക്കെ വലിയ പ്രശ്നമാണ്. എന്നെക്കുറിച്ച് സാറെങ്കിലും എഴുതി ഒറ്റപ്പെട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ജ്യോതിഷിൻ്റെ പഴയ സീറ്റിന് പിന്നിൽ അലമാരയിടാം. കുറച്ചിട്ട് കഴിഞ്ഞ മാസം 24-ാം തീയതി രാവിലെ എണീക്കുമ്പോൾ നെട്ടും മാറില് സൗകര്യം പോലെ പറ്റിയ ഇനി നമ്മൾ നാട്ടുകാർ കൊല്ലാൻ പോവാം. ഇത് ഇന്നസെന്റ് ഇടുമ്പോൾ നിൽക്കാൻ ചേട്ടാ പേടിച്ച് നിൽക്കുക. ഞാൻ വെടിയിക്കാൻ പോലെ ഹലോ മിസ്റ്റർ പെരേര, ഈ തോക്കിൽ കണ്ടിട്ടുണ്ട്. അതിന് നിലകൈകൊണ്ട് ஒன்னமான இட